അങ്ങനെ വീണ്ടും ബാർ തുറന്നു. അല്ല, സ്കൂള് തുറന്നു. കണ്ടില്ലേ ഒരു ഗവൺമെന്റ് സ്കൂളിലെ കഷ്ടപ്പാട്. സ്കൂള് തുറന്നിട്ടും ഇതുവരെ ഒരു അധ്യാപകരും എത്തിയിട്ടില്ല. എച്ചമായ ഞാൻ മാത്രം. എന്ത് കഷ്ടമാണെന്ന് പറ. ശോ. അയ്യോ, എന്ത് പറ്റി? സാധാരണ 10-11 മണിക്കാണല്ലോ വരുന്നത്. ഇത് രാവിലെ അങ്ങ് പോരുന്ന്. ഓ, ഒന്നും പറയണ്ട സാറേ. എന്ത്? ഇന്നലെ ലാസ്റ്റ് പീരീഡേ കുട്ടികളെ പഠിപ്പിച്ച് ഞാൻ അങ്ങ് സ്കൂളിൽ ഇരുന്ന് ഉറങ്ങിപ്പോയി. ആ, പിന്നെ കണ്ണു തുറന്നു നോക്കിയപ്പോഴേക്കും നേരം വെളുത്തു. അതെന്തായാലും നന്നായി. അതുകൊണ്ട് രാവിലെ വരാൻ പറ്റിയല്ലോ. അതല്ലെങ്കിലും സാറിന് എന്നെ പറ്റി ഇച്ചിരി പരാതി ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നേരെ പരാതി പറയാതിരിക്കും. സാറ് എന്തൊക്കെയാ ഈ പറയുന്നേ? ഞാൻ ഇന്നലെ എങ്ങനെ വന്നതെന്ന് സാറിന് അറിയോ? എങ്ങനെ വന്നത്? കുമാറിനെ നോക്കി കണ്ടില്ല, ചന്ദ്രനെ നോക്കി കണ്ടില്ല, മുകേഷിനെ നോക്കി കണ്ടില്ല. ടീച്ചർ എന്തിനാ ആവശ്യമില്ലാതെ ആണുങ്ങളെയൊക്കെ നോക്കാൻ പോണത്? ആണുങ്ങളെ നോക്കിയെന്നല്ല, ഇതൊക്കെ പ്രൈവറ്റ് ബസിന്റെ പേരുകളാ. അത് പോട്ടെ, ടീച്ചർ ഈ വണ്ടിയൊക്കെ നോക്കിയല്ലേ കരുണാകരനെ നോക്കിയായിരുന്നു? അതേത് ബസ്സാ? അത് ബസ്സല്ല, ഈ പീസ്. സാറേ ഫോൺ എടുക്കാൻ പറഞ്ഞ ഫോണല്ല, പാറ വരെ ഞാൻ. ഹലോ ഹലോ ഹലോ, ഇത് ചെന്നീർക്കര LP സ്കൂൾ അല്ലേ? അതെ, ചെന്നീർക്കര LP സ്കൂളാണ്. കരുണാകരൻ മാഷാണോ? ഇത് പലിശ കൊടുക്കുന്ന സുധാകരനാണോ? അല്ലല്ലോ. അപ്പൊ ഇത് കരുണാകരൻ മാഷ് തന്നെയാണ്. പക്ഷേ അവിടെ ക്ലോക്ക് ഉണ്ടോ? ക്ലോക്ക് ഉണ്ട്. അത് ഓടുന്നുണ്ടോ? നല്ലതുപോലെ ഓടുന്നുണ്ട്. എങ്കിൽ പിടിച്ചു നിർത്തിക്കോ, ഇറങ്ങി ഓടിക്കളയും. കിടിക്കല്ലേ? ഇന്ന് പരീക്ഷയുടെ പേപ്പർ കൊടുക്കാനുള്ള ദിവസം. മാർക്ക് അങ്ങോട്ട് നോക്കി. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം കൊടുത്തത് ആരാ സാറേ? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് നേതൃത്വം കൊടുത്തത് ദീപ്തി IPS അല്ലേ? അവന് ഫുള്ളോട്. എനിക്കൊരു പൈന്റ് എന്താ? അല്ല, മാർക്ക് കൊടു. ഓ, ഈ പിള്ളേര് എന്തിനാ സ്കൂളിൽ പഠിക്കാൻ വരുന്നേ? എന്ത് പറ്റി? ചോദ്യത്തിനുള്ള ഉത്തരം എഴുതി വെച്ചാണ്. കണ്ടോ? എന്താണ് ഇത് നോക്ക് സാറേ, ഇത് ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ആധുനിക വിദ്യാഭ്യാസത്തെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിക്കരുത്. തന്തയ്ക്ക് വിളിച്ചില്ലല്ലോ. കൂടുതൽ മാർക്ക് കൊടു, കൂടുതൽ വാരിക്കൊടു. ഗവൺമെന്റ് സ്കൂളാ, വാരിക്കൊടു. തനിക്ക് നാണം ഉണ്ടോടോ? ഇതൊരു മാതൃകാ സ്കൂളല്ലേ? വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളല്ലേ? താഴെ കൊടുത്തൊരു അധ്യാപകരല്ലേ? ഇല്ല പന്ന പറക്കി പിള്ളേരെ പോലെ. അല്ല സാറേ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ സ്കൂളിന്റെ വാതിക്ക് വെച്ച് ഒരു തന്നെ തടഞ്ഞു നിർത്തിയിട്ട് എന്റെ മുഖത്ത് നോക്കി പട്ടി സാറേന്ന് വിളിച്ചത്. എന്നിട്ട് താനൊന്നും പറഞ്ഞില്ലേ? ഞാൻ ഒരു മാതൃകാധ്യാപകനല്ലേ സാറേ? എനിക്കങ്ങനെ ചീത്ത വിളിക്കാൻ പറ്റും. മറുപടി പറഞ്ഞോ. എനിക്കങ്ങനെ ദേഷ്യം കയറി വന്ന് ചീത്ത വിളിക്കാൻ തോന്നുമ്പോ ഞാൻ ഈ വിസിലെടുത്ത് വെച്ചത് ഇങ്ങനെ നമ്മുടെ ദേഷ്യവും തീരും, ഒരു ആത്മസംതൃപ്തിയും കിട്ടും. അതെന്തായാലും ഉഗ്രം പരിപാടി തന്നെ. അത് തന്നെ ഞാൻ മെനഞ്ഞാന്ന് സാറിന്റെ വീട്ടിന് അതിലെ പോയപ്പം സാറിന്റെ ഭാര്യ വീട്ടിൽ കിടന്ന് വിസിലടിക്കുന്നുണ്ട്. പട്ടി സാറേ, ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ പട്ടി സാറേ എന്ന് വിളിക്കരുതെന്നും. വജ്രായുധം ഞാൻ പ്രയോഗിക്കും. ടീച്ചറിന് വേണം. ഹലോ, ഇത് ചെന്നീർക്കര LP സ്കൂൾ ആണോ? നേരത്തെ വിളിച്ചില്ലേ? അവനാ, എനിക്കിട്ട് പണി തരാനാ. അവന് ഞാനിപ്പോ ഒരു പണി കൊടുക്കുന്നത് കണ്ടോണം. ഹലോ, ഇത് കരുണാകരൻ മാഷാണോ? അതെ, കരുണാകരൻ മാഷാണ്. അവിടെ ക്ലോക്ക് ഉണ്ടോ? ഇവിടെ ക്ലോക്ക് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ പിടിച്ചു നിർത്താൻ, ഇറങ്ങി ഓടുവന്നു. ആത്മസംതൃപ്തി കിട്ടിയാ സാർ? നല്ല സംതൃപ്തി. എന്താണ്? അതെ, ഇന്ന് എന്നെ ഇച്ചിരി നേരത്തെ വിടണേ. അതിന് എനിക്ക് സിറ്റി വരെ ഒന്ന് പോണം. എന്തിനാണ് സിറ്റിയിലൊക്കെ പോണത്? അത് ലാബിൽ പോണേ. എനിക്ക് പ്രഷറും ഷുഗറും ഒന്ന് ചെക്ക് ചെയ്യാൻ. അയ്യോ, നമ്മുടെ സ്കൂളിൽ ലാബ് ഉണ്ടല്ലോ, അവിടെ പരിശോധിച്ചൂടെ? സ്കൂളിലെ ലാബിലോ? അത് കുട്ടികൾ പഠിക്കുന്ന ലാബല്ലേ? എന്റെ മൂത്രം അവിടെ അല്ലേ പരിശോധിക്കുന്നത്? ഞാൻ കളിക്കാൻ പോട്ടാ. തനിക്ക് നാണമില്ലോടോ? 3 മാസം കൂടെ റിട്ടയർഡ് ആവാൻ കളിക്കാൻ പോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാർ, ഈ തൊട്ടേന് പിടിച്ചോന്നല്ലേ എന്നെയാണല്ലോ കുറ്റം പറയുന്നത്? പിന്നെ കുറ്റം പറയുന്നത് ചോദിക്കട്ടെ, ഇവിടുത്തെ ഓമന ടീച്ചർ എവിടെ? തനിക്ക് ഇത്രയും ഓമന ടീച്ചറിന്റെ മോള് ഗർഭിണിയാണ്. 9 മാസം പ്രസവത്തിന് ആശുപത്രി കൊണ്ടുപോയി ടീച്ചർ കൂടെ പോയിരിക്കുക. ഓക്കെ, ശരി. എന്നാ ബിന്ദു ടീച്ചർ എവിടെ? ബിന്ദു ടീച്ചർ 2 ദിവസം മുമ്പല്ലേ തന്റെ മുമ്പിൽ അങ്ങോട്ടും കൊണ്ട് നടന്നത്. അവർക്ക് 6 മാസം ഗർഭമാ, ആശുപത്രി കാണിക്കാൻ കൊണ്ടുപോയിരിക്കുക. ശരി. സൂസി ടീച്ചർ എവിടെ? അയ്യോ, സൂസി ടീച്ചറിന്റെ മോളെ കല്യാണം കഴിഞ്ഞപ്പോൾ 4 മാസമേ ആള്, പെണ്ണിന് 3 മാസം ഗർഭം, ആശുപത്രി കൊണ്ടിരിക്കുക കാണിക്കാൻ.
ഒരു കാര്യം ചോദിക്കട്ടെ? എന്താണ്? യഥാർത്ഥത്തിൽ സാർ ഇവിടുത്തെ HM ആണ് അത് ഗൈനക്കോളജിസ്റ്റ്? താൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയിരിക്കും. സാറേ ആര്? ആര്? സാർ എന്നെ അറിയോ സാർ? എന്നെ അറിയോ സാർ? ആരും മനസ്സിലായില്ല. സാർ എന്നെ പഠിപ്പിച്ചാണ്. അങ്ങനെയാ ഇത്രയും പിള്ളേരെ പഠിപ്പിച്ചിരിക്കുന്നു. അല്ല 5 മുതൽ 9 ക്ലാസ് വരെ സാർ എന്നെ പഠിപ്പിച്ചത്. ഇവിടെ 5 മുതൽ 9 വരെ തന്നെ എല്ലാ പിള്ളേരെ പഠിപ്പിക്കുന്നത്. അല്ല 9 മുതൽ 5 വരെ അല്ല. അതല്ല സാറേ, പിന്നെ സാറ് പിന്നെ ഞാൻ സാറൊന്ന് ഓർത്ത് നോക്ക് സാറേ. ഞാൻ ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചു. എനിക്ക് അങ്ങനെ പെട്ടെന്ന് ഓർമ്മ കിട്ടത്തില്ല. സാറിന്റെ പേര് വിളിക്കുന്നില്ല സാർ. കാക്കത്തലേ. അത് നീയാണടാ? അല്ലല്ല, എന്റെ കൂടെ ഉള്ളവനാണ് എപ്പോഴും അത് വിളിക്കുന്നത്. അപ്പൊ അവന്റെ കൂടെ എപ്പോഴും എന്റെ കൂടെ ഉള്ള അങ്ങനെ അവന്റെ കൂടെ നടക്കുന്നത് എനിക്ക് ഓർമ്മയില്ലേ? സാർ എന്നെ ഓർമ്മ വരുന്നില്ലേ? എനിക്ക് ഒരു പിടി കിട്ടുന്നില്ല. സാർ ഒന്നുകൂടെ ഓർത്ത് സാറേ. എന്റെ മുഖം ഒന്ന് നോക്ക്. ഈ മീശയും താടിയൊക്കെ വെച്ചോണ്ട് പിടി കിട്ടുന്നില്ലേ? കണ്ണാടിയൊക്കെ വെച്ചോണ്ട് കഷ്ടമെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ ഗൾഫിലായിരുന്നു സാറേ. ഞാൻ പഠിപ്പിച്ച ഒരുപാട് പിള്ളേർ ഗൾഫിൽ പോയിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നീ പോയെന്ന് ഞാൻ തോന്നണം. ഞാൻ കഴിഞ്ഞ ആഴ്ചയാണ് വന്നത്. ഓ, ഗൾഫിൽ പോയി പിന്നെ അവിടെ താമസിക്കാനാണ് പോണത്? തിരിച്ചു വരുമല്ലോ. അതല്ല സാറേ, പിന്നെ ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോഴേ അമ്മ ഒരു കാര്യം പറഞ്ഞു. എന്താ പറയാ? അമ്മ നിന്റെ എന്റെ കാര്യം നിന്റെ അമ്മ എന്തിനു പറയും? അയ്യോ അതല്ല സാറേ, സാറിന്റെ കാര്യം എന്നെ സ്നേഹത്തെ നിന്നെ പഠിപ്പിച്ചേക്കാണ്. അപ്പൊ നീ ഗൾഫിൽ നിന്ന് വന്ന് ആദ്യമായിട്ട് വരുമല്ലേ, അപ്പൊ സാറിന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഇങ്ങനെ ഇത്ര നിങ്ങളുള്ള ടോർച്ചും പിന്നെ കുറച്ച് സ്പ്രേയും പിന്നെ സോപ്പും പൗഡറും ഇങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നാണ് സാർ തരാനായിട്ട്. മനസ്സിലായോ? അല്ല പിടിയില്ല. സാറിന് എന്നെ അറിയത്തില്ലെന്ന് പറയുമ്പോ പിന്നെ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞതാ. നിനക്ക് എന്നെ ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി. ഭയങ്കര മിടുക്കനായിരുന്നു. പിന്നെ കണക്ക് ക്ലാസ്സിലൊക്കെ ഒരു കണക്കിട്ട് കൊടുത്താണ്ടല്ലേ 9 കണക്ക് തിരിച്ചിട്ട് തരും. അത്ര മിടുക്കനാണ്. സുഖം തന്നെയാടാ. വെളുത്ത് സുന്ദര കുട്ടനായി കേട്ടാ. പിന്നെ കൊണ്ടുവന്ന സാധനം അങ്ങനെ അത്ര എന്നെ നല്ല ഓർമ്മ ഉണ്ടെങ്കിൽ സാർ എന്റെ പേരൊന്ന് പറയാം. അയ്യോ, ഗുരു ശിഷ്യന്മാർ തമ്മിൽ എന്താണ് പേരൊക്കെ വെച്ച് കളിക്കുന്നത്? സാറ് കേൾക്കണം. ഇന്നാളൊരു ദിവസം ഞാൻ ഇതൊക്കെ പഠിപ്പിച്ചൊരു ഡോക്ടറായി. അപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ വിളിക്കും. സാറ് പഠിപ്പിച്ച എന്നെ ഡോക്ടറായി. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വേണമെങ്കിൽ ഒരു കരൽ കൊണ്ടുതരാം. ഒരു കാര്യം, നിന്റെ പേര് ഞാൻ പറയും. ഷിബു. തെറ്റി, ഷിബു എന്നല്ല സാർ എൻ്റെ പേര്. സാർ കറക്റ്റ്, സാറിന് അത്ര ഓർമ്മയില്ല, അതാണ്. എനിക്ക് ഓർമ്മയില്ല. എന്നാ പിന്നെ പേര് പറയാം സാർ. നിങ്ങൾ തരാനൊക്കെ എനിക്കൊരു ആത്മസംതൃപ്തി. ഞാൻ നിന്നെ പറ്റിക്കാൻ വേണ്ടിയാണ് ഷിബു എന്ന് പറഞ്ഞത്. നിന്റെ പേര് ജോർജ് കുട്ടി. അല്ല സാറേ, അല്ല സാറേ, എൻ്റെ ഈ നെൽസൺ കറക്റ്റായിട്ട് സാർ എൻ്റെ പേര് പറയുകയാണെങ്കിൽ സാർ എൻ്റെ പേര് പറഞ്ഞാൽ സന്തോഷ്. അല്ല സാർ, എൻ്റെ പേര് നെൽസൺ കറക്റ്റ് എൻ്റെ പേര് സാറ് ഓർത്ത് നല്ല എൻ്റെ പേര് പറ സാർ. എൻ്റെ പേര് ഒരു പേരിലൊക്കെ എന്തിരിക്കുന്നത്? കൊണ്ടുവന്ന സാധനം എന്താണ്? ഷിബു, ബിജു, സന്തോഷ്, സണ്ണി. 1000 വട്ടപ്പോൾ ഞാൻ നെൽസൺ നെൽസൺ എന്ന് പറഞ്ഞു. അതുപോലെ ഓർത്ത് പറയാൻ ഭയങ്കര സാറിന് ഞാൻ ടോർച്ചല്ല തരുന്നത്. പിന്നെ എന്ത് ചെയ്യുമെന്ന് പറ. നമസ്കാരം. ആക്ഷൻ വേണ്ട, ഡയലോഗ് മാത്രം. ഞാനൊരു പാവപ്പെട്ട മേശിരി പണിക്കാരനാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ ആക്ഷൻ ഇങ്ങനെ കൂടെ കയറി വരും. അതുകൊണ്ടാണ് ഞാൻ ബോസ്. ഏത് കൊള്ളസംഘത്തിലാണ്? കൊള്ളസംഘത്തിലില്ല, എന്റെ പേരാണ് ബോസ്. ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. എങ്ങനെ? ഞാൻ സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. മ്യാൻമാറിൽ വെച്ച് പണ്ട് വിമാനാപകടത്തിൽ മരിച്ചുവെന്നും ചിതാഭസ്മം ഇപ്പോഴും ജപ്പാനിൽ കാത്തു സൂക്ഷിക്കുന്നുവെന്നും അതല്ല മരിച്ചില്ല, ഏതോ രാജ്യത്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്നും പറയുന്ന ആ മഹാനുഭാവൻ നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാണ് നിൽക്കുന്നത്. ആ വലിയ മനുഷ്യന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഇദ്ദേഹത്തിന് നമുക്ക് രാജ്യത്തിന് വേണ്ടി ഒരു സല്യൂട്ട് നൽകാം. സത്യം പറയാം, ഇത്രയും ചെറുപ്പമാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. 5 സിയിൽ പഠിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛനാണ് ഞാൻ. ആരെന്ന് പറഞ്ഞത്?
5C പഠിക്കുന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ അച്ഛൻ. നിന്നെ തന്നെയാടാ ഞാനിവിടെ നോക്കിയിരുന്നത്. നിന്നെ തന്നെ ഞാനിവിടെ നോക്കിയിരുന്നത്. എടാ നിന്റെ ഈ മോൻ ഇവിടെ കളിക്കുന്ന കുടുത്തക്കട എന്തൊക്കെയാണെന്നറിയാം? എന്തൊക്കെയാണെന്നറിയാമോടാ? എടാ ഞാൻ അന്നാൾ അവന്റെ അടുത്ത് പറഞ്ഞ് അച്ഛനെ വിളിച്ചോണ്ട് വന്ന് അവൻ ചെയ്ത് പരിപാടി എന്താണെന്നറിയാം? എന്റെ വീട്ടിൽ പോയി സുഖമില്ലാതെ എന്റെ അച്ഛനെ കട്ടിലോടെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് അറിയാവടാ. അത് മാത്രം സാറേ, ഇന്നാണ് ഞാൻ അവൻ്റെ കൂടെ ചോദിച്ചു 4 എത്രയാണ്. അവൻ പറയണേ എന്റെ അമ്മമ്മേരെ 16. സത്യം പറയാൻ സാറേ, കണ്ണ് തപ്പിയ കുഞ്ചൻ പേരെ അടിച്ചു. എടോ തന്റെ മോൻ ഒരുത്തക്കാരണം ഈ സ്കൂളിന്റെ പേര് വൃത്തികേടാക്കി. ഈ സ്കൂളിന്റെ പേരെന്താ? മാർ ഗ്രിഗോറിയോസ് തിലോപ്പോസ് താൽമെൻസ് ചിസ്റ്റിസ് ഈസ് ദ LP സ്കൂൾ ഗവൺമെന്റ്. ഇതിൽ കൂടുതൽ ഇത് എന്നാ വൃത്തികേടാക്കാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം, ഈ സ്കൂളിൽ അന്തസ്സുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. അവർക്കൊക്കെ ഉള്ള ഒരു സാധനം തന്റെ മകനില്ല. എന്താണത്? ഡിസിപ്ലിൻ. ഒരു കാര്യം ഞാൻ പറയാം സാറേ, ആ ചെറുക്കിനെ ഇനി സ്കൂളിൽ സഹിക്കാൻ പറ്റത്തില്ല. അത് തന്നെ. എനിക്ക് AC വേണം. വലിച്ചു കിടക്കുന്നു ഇവിടെ. നമുക്ക് തന്നെ ചൂട് സമയത്ത് ഒരു ഫാനില്ല. അപ്പോൾ എനിക്ക് AC ഉണ്ടാക്കി തന്നെ പോടാ മാറി. അല്ല, ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുമ്പോ ഒരു ബുക്കും പേപ്പറും കൊടുക്കുമല്ലോ. ബുക്കും പേപ്പറും കൂടെ തന്റെ മോൻ ലേലന്റ് ലോറിയാ. വേറൊരു സാധനം ഉണ്ടല്ലോ, എന്ത്? TC അതിപ്പോ വേണം. സാറിന്റെ ഉണ്ടോ? ഉണ്ട് സാറേ, പെണ്ണുമ്പിള്ള കൊടുക്കാൻ സമ്മതിക്കൂല. പെണ്ണുമ്പിള്ള ഭയങ്കര ചൂടാണ്, എപ്പോഴും ബിസിലടിയാണ്, കൊടുക്കാൻ സമ്മതിക്കൂല. പിന്നെ അലമാരിക്കകത്ത കണ്ട ഇല്ല അത് ഇല്ലല്ലോ സാറേ, നമ്മൾ കൊടുത്തില്ല. ഇല്ല കല്യാണത്തിന്. ഓ നമ്മുടെ ഇവിടെ ഗോപാലകൃഷ്ണൻ സാറുണ്ട്, കണക്കോടിപ്പിക്കാൻ സാറ്. സാറിന്റെ മോളെ കല്യാണമായിരുന്നു മെനഞ്ഞാന്ന്. അങ്ങനെ സാറ് കുറെ എടുത്തോണ്ട് പോയി. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ വാ, ഒരു ലോറിയും കൊണ്ടുവന്നാൽ മതി. കൊണ്ടുപോവാ, സാറിന്റെ അടുത്ത് പറയാൻ കൊണ്ടുപോവാ. നാളെ രാവിലെ എനിക്ക് 5 ചാക്ക് മണലിന്റെ കോൺക്രീറ്റ് ആണുള്ളത്. TC എന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എന്താണ്? ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് പഠിപ്പിക്കുന്നേ അതൊക്കെ കൊടുത്തു വിട്ടാരെ. അല്ല കൊടുത്തു വിടേ, ഇവനൊക്കെ ഇവിടെ പഠിപ്പിക്കണോ? കൊടുത്തു വിടും. ഇങ്ങോട്ട് വന്നാണ്. അല്ല നിക്ക്, ഇത് കിട്ടിയിട്ട് നിനക്ക് എന്താണ് കാര്യം? കാര്യമുണ്ട്. തൊട്ടപ്പുറത്തെ സ്കൂളില് 35 പിള്ളേരെ ഉള്ളൂ. എന്റെ ചെറുക്കനും കൂടെ അവിടെ ചെന്നാൽ 36. 35 ഉള്ളെങ്കിൽ ഡിവിഷൻ വാൾ സംഭവിക്കും. അതുകൊണ്ട് എന്റെ ചെറുക്കനെ അവർക്ക് വേണം. അവര് പൊന്നെ പോലെ എന്റെ ചെറുക്കനെ നോക്കിക്കോളാം. തള്ളിക്കോട്ടി പൊക്കോ. എന്താണ് എന്ത് കാര്യം? TC കൊടുക്കാൻ പറ്റും. എന്ത്? ഇവിടെ എത്ര പിള്ളേരുണ്ട്? ആകെ 36 പിള്ളേരുണ്ട്. അതിൽ ഒരാൾ പോയി കഴിഞ്ഞാൽ 35 പിള്ളേരില്ലേ ഉള്ളൂ. ഇവിടെ ഡിവിഷൻ വാൾ സംഭവിക്കൂലേ? സാറിന്റെ ജോലി പോകൂലേ? തന്റെ ജോലി എന്താ പറ്റൂല? കൊടുക്കരുത്. വേറെ എന്തെങ്കിലും പറഞ്ഞ് സോപ്പിട്ട് പതുക്കെ പറഞ്ഞങ്ങ് വിടുക. മിസ്റ്റർ ബോസ്, സത്യം പറയാമല്ലോ, നമ്മൾ ഈ ഓരോ വ്യക്തികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാണയത്തിന്റെ ഒരു വശം മാത്രം ചിന്തിച്ചാൽ പോരാ, നാണയത്തിന്റെ മറുവശം കൂടെ ചിന്തിക്കണം. സത്യം പറയാമല്ലോ, എനിക്ക് ചില സമയങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം തോന്നാറുണ്ട്. നല്ല കുട്ടിയാണ് അവൻ. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിലോട്ട് ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മൾ ആ മാവിന്റെ ചുവട്ടിൽ ഈ സുഭാഷ് ചന്ദ്രബോസിനെ കൊടുകൈ കൊടുത്ത് മേളിലോട്ട് നോക്കിയിരിക്കുക. ഞാൻ ചോദിച്ചു, എന്താണ് സുഭാഷ് ചന്ദ്രബോസ് മേളിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അപ്പൊ അവനടുത്ത് പറഞ്ഞെന്തോന്നറിയോ? സാർ, ആപ്പിൾ മരത്തിന്റെ ചോട്ടിൽ നിന്നല്ലേ ഐസക് ന്യൂട്ടൺ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചത്? അതുപോലെ ഞാനും ഒരു ആകർഷണം കണ്ടുപിടിക്കാൻ. ബ്രില്യന്റ് ആണ് അവൻ. അത് മാത്രം സാറേ, മിനിഞ്ഞാന്ന് ഞാൻ റോഡിൽ കൂടെ നടന്നു പോവേ, ഇവൻ പറയുന്നത് സാറേ എന്ന് വിളിച്ചു. ഞാൻ അവിടെ നിന്നത് ഇവൻ ഓടി വന്ന് കാലി തൊട്ട് തൊഴുതിട്ട് എന്റെ ചോദിക്കണ്, സാറേ 7 7 14 അല്ലേ? മിസ്റ്റർ ബോസ്, ഞാൻ ഇത് ഒരാരോടും പറയാത്ത രഹസ്യമുണ്ട്. ആ രഹസ്യം ഞാൻ ഇപ്പൊ പറയാൻ പോവാണ്. പറയണ സാറേ. ഈ സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്നത് എനിക്ക് ജനിക്കാതെ പോയ ഉണ്ണിയാണ്. എന്റെ മകനെ പോലെയാണ് എനിക്ക് അവൻ. അവനില്ലാതെ സ്കൂളിൽ നടത്തിക്കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല. എന്തൊക്കെ പറഞ്ഞാലും TC തന്നെ പറ്റൂ. കളവാ. ഉറപ്പാണ്? ഉറപ്പാണ്. TC കൊണ്ടേ പോകും. TC കൊണ്ടേ പോകൂ. എന്റെ ഈ സ്കൂൾ അടച്ച് പൂട്ടിക്കും. ചേച്ചി തള്ളും. ഉറപ്പാണ്. എങ്കിൽ ഒന്ന് കാണണമല്ലോ. എങ്കിൽ നീ എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് അവനെ കൊണ്ട് ഇവിടെ പോകും. അത് തന്നെ കാണത്ത്. എവിടെ ചവിട്ടും? സാറേ, ഇവിടെ ഡിവിഷൻ നിലനിർത്താൻ വേണ്ടി അവസാനം എനിക്കത് കാണേണ്ടി വന്നു. എന്തോന്ന്? ക്ഷമയുടെ നെല്ലിപ്പിളക. സാറേ, സത്യാഗ്രഹം കിടക്കാതെ ഇരുന്നേക്ക്. അവൻ വിളിച്ചോണ്ട് പോകുന്നു ചെറുക്കനെ. ഒരു കാരണവശാലും ചെറുക്കനെ ഇവിടെ കൊണ്ടുപോകാൻ പറ്റൂല. അത് ഞങ്ങൾ സമ്മതിക്കൂല. ചെറുക്കനെ കൊണ്ടുപോകും. തന്റെ ചെറുക്കന് ഇവിടെ എന്താണ് ഒരു കുറവ്? എന്തിനാ താൻ ഇത്ര വാശി പിടിച്ച് കുട്ടീനെ ഇവിടെ കൊണ്ടുപോകണമെന്ന് പറയണേ?
എനിക്ക് അപ്പുറത്തെ സ്കൂളിൽ എന്റെ ചെറുക്കനെ പൊന്നെ പോലെ നോക്കാമെന്ന് പറഞ്ഞു, ഞാൻ കൊണ്ടുപോകും. ഇവിടെയും പൊന്നു പോലെ തന്നെ നോക്കുന്നേ. തന്റെ ചെറുക്കന് പാല് കൊടുക്കുന്നില്ലേ? സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങി കാച്ചി കൊടുക്കുന്നില്ലേന്ന്. ഇല്ലേ ഉച്ചക്ക് കഞ്ഞിണ്ട്, ദേ ഞങ്ങളുടെ കഞ്ഞിമാഷാണിത്, കണ്ടോ? അത് കണ്ടോ? പിന്നെ വൈകിട്ട് മുട്ട, ദേ മുട്ട സാറ്. അത് മുട്ടയിടാനുള്ള പടാപ്പാട് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. എന്തിനാടോ താൻ ഇങ്ങനെ വാശി പിടിച്ച് കുട്ടീനെ കൊണ്ടുപോകണം? പണ്ടുപിള്ള അറിഞ്ഞേറി ഇങ്ങോട്ട് വന്നാൽ തേച്ച് ഞാൻ വിദ്യ ഒട്ടിച്ച് കളയും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് എന്റെ കൊച്ചിന്റെ TC ഇപ്പൊ ഇവിടെ ഇപ്പൊ വേണം. തരത്തില്ല നടക്കത്തില്ല, ചെറുക്കനെ കൊണ്ടുപോകാൻ പറ്റൂല. അയ്യോ, എന്റെ കുഞ്ഞിനെ കൊണ്ടുപോവല്ലേ. ബോസ് കണ്ടില്ലേ ഒരമ്മയുടെ രോദനം. ഞാനത് വഴി ഒന്നും പോയിട്ടില്ല. എനിക്കെന്റെ TC തന്നില്ലേ, പൂച്ചമീശം വെച്ച് നടക്കുന്ന കള്ള വിടുവാ. തേച്ച് ഭിത്തിയിൽ ഒട്ടിച്ചളയും ഞാൻ, മനസ്സിലായോ? തേച്ചാടോ? TC തരാൻ പറ്റില്ല. അപ്പൊ TC തരത്തില്ല. തരത്തില്ല. ഉറപ്പിച്ച്. ഇപ്പോ നമ്മുടെ സർക്കാർ സ്കൂളിൽ പഠിച്ച എത്ര പേരുണ്ട് ഇവിടെ? അവരൊന്ന് കൈ പൊക്കാൻ ഞാൻ രണ്ടാമതല്ലേ പറഞ്ഞുള്ളൂ. എല്ലാരും പൊക്കി. അതെന്താ അവര് പകുതി സ്കൂളിലാണോ പഠിച്ചത്? വല്ല പൊക്ക് 5ാം ക്ലാസ് വരെ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചോളല്ലേ? എല്ലാരും സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ്. നിങ്ങളും സർക്കാർ സ്കൂളിൽ പഠിച്ചവരാണ്. അതെ. ഈ സർക്കാർ സ്കൂളിൽ പഠിച്ചിട്ട് സർക്കാർ ജോലിയും ലഭിച്ചിട്ട് നിങ്ങളുടെ കുട്ടികൾ എവിടെ പഠിക്കുന്നു? എന്റെ മോൻ പിന്നെ സെന്റ് ലോട്ടസ് ഇംഗ്ലീഷ് മീഡിയം പബ്ലിക് സ്കൂൾ. എന്റെ മോൻ, എനിക്ക് ആ പേര് പറയാൻ പറ്റില്ല, ഭയങ്കര പേരാ. പബ്ലിക് സ്കൂള് പറഞ്ഞു മനസ്സിലായി. 3 റെഡി പിടിച്ചിട്ടുണ്ടെന്ന്. ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ സർക്കാരിന്റെ ജോലിയും വാങ്ങിച്ച് കുട്ടികളെ നിങ്ങൾക്ക് തോന്നുന്ന സ്കൂളിൽ കൊണ്ടുവന്ന് നിങ്ങൾ ചേർക്കുന്നു. നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് നിങ്ങൾ ആദ്യം ഡിവിഷൻ ഫാള് തീർക്ക്. എന്നിട്ട് ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ചേർത്തോളാം. നിങ്ങളുടെ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്നാൽ നിങ്ങളുടെ കുട്ടികളെ ഇവിടെ ചേർക്കും. എങ്ങനെയുണ്ട് സാറേ? ഒരു കാര്യം ചെയ്യാം, നാളെ തന്നെ ഞാൻ എന്റെ മോനെ ഈ സ്കൂളിൽ കൊണ്ട് ചേർക്കും. ഉറപ്പിച്ച് തീരുമാനിച്ചു. മിസ്റ്റർ ബോസ്, നിങ്ങളൊരു വലിയ മനുഷ്യനാണ്. നിങ്ങൾ എന്റെ കണ്ണ് തുറപ്പിച്ചു. അപ്പൊ ഇതുവരെ കാഴ്ചയില്ലായിരുന്നു. ഇതാണ് നിനക്ക് ഇതിനുള്ള മറുപടി.